He is already dead, sir. Okay. സമയം 6 മണിയായി. അവൻ ഇതുവരെ വന്നില്ല. പക്ഷെ സർ രാജു ഓക്കെ സർ. എന്തുപറ്റി? ചീഫ് മിനിസ്റ്ററിന്റെ ഓർഡറാണ്. രാജുവിന്റെ ഗൺ എക്സാമിനേഷൻ എത്ര നാളുണ്ടോ അത്ര നാൾ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് സസ്പെൻഡ്. അയ്യോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇതുവരെ സോഹാബ് ഖാദ്രിയാണ് പ്രധാന പ്രതിയെ നമ്മൾ പരിഗണിച്ചിരുന്നത്. അവൻ ഉറപ്പായിട്ട് ഒരു ബ്ലോഗറാണോ? അല്ലെങ്കിൽ അയാളുടെ പിന്നിൽ മറ്റാരുടെയെങ്കിലും കൈകളുണ്ടോ? അവൻ ബ്ലോഗർ മാത്രമല്ല. ആ, ഒരുപക്ഷെ അയാൾ മറ്റൊരാൾക്ക് വേണ്ടി ജോലി ചെയ്തിരിക്കാം. പക്ഷേ ഇപ്പം ഇൻവെസ്റ്റിഗേഷൻ മറ്റൊരാളുടെ കയ്യിലാണ്. അതിനാൽ വരുന്ന റിപ്പോർട്ടുകൾ എന്താണെന്ന് അറിയാൻ കഴിയില്ല. കുറച്ച് നേരത്തെ എത്തിയിരുന്നില്ലെങ്കിൽ സാർ, ഒരു മുടിയുടെ വ്യത്യാസത്തെ നഷ്ടമായി. ഹലോ, എന്താ നിങ്ങൾ ഇന്നലെ രാത്രി തിരികെ വരഞ്ഞേ? ഞാനിപ്പം ഡോക്ടർ ബാനർജി ചേംബറിലാണ്. ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം. എന്തുപറ്റി? ഡോക്ടർ ബാനർജി? കുമാർ വിക്രമിന്റെ കോഡ് നെയിമാണിത്. മെഡിക്കൽ വാർഡ്. നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞങ്ങളിങ്ങനെയാണ് സംസാരിക്കുന്നത്. അതിനാൽ ഞങ്ങൾ പറയുന്നത് മറ്റാർക്കും ഒന്നും മനസ്സിലാവില്ല. ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാൽ എന്നെ വിളിക്കുക. ശരി. എനിക്കൊന്ന് വിളിക്കാൻ പറ്റുമോ? ഇവിടെ ഉള്ളവരല്ലാതെ മറ്റാർക്കും ഈ സ്ഥലം അറിയരുത്. നീ ഇവിടെ എന്ത് ജോലി ചെയ്യുന്നേ? ഞാൻ ജോലി ചെയ്യുന്നുണ്ടെന്ന് ആര് പറഞ്ഞു? വേറെ ആരാ പറയാ? ചേച്ചി പറഞ്ഞു. അങ്ങനെ നീ കൊൽക്കത്തയിലാന്ന് ഞാൻ മനസ്സിലാക്കിയത്. എക്സ്ക്യൂസ് മീ, ബില്ല്. ഫാർമസ്യൂട്ടിക്കൽ കമ്പനി. ഫാർമസ്യൂട്ടിക്കൽ കമ്പനി? അതെ, ആക്കാൻ പാടില്ലേ? നീ എന്താ ചെയ്യുന്നേ? ബാക്ക് ഓഫീസ് ജോബ്. വേറെ എന്ത് ചെയ്യാനാ? ദൈവത്തിന് നന്ദി, നീ ഇവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ കണ്ടുകൂട്ടി. അവിടെ വെച്ച് നീ എന്നോട് മിണ്ടാറ് പോലും ഇല്ലല്ലോ. സന്ദർശിക്കാൻ എത്തിയിരുന്നു. സാർ, പിൻ നമ്പർ പ്ലീസ്. തരൂ. നിന്റെ ഡാൻസ് ഷോ എന്നാ? അതെ, വിഷയം മാറ്റാൻ ശ്രമിക്കല്ലേ. ഞാൻ വിഷയം മാറ്റുമല്ല. ബൈ ദ വേ, നിന്നെ കുറിച്ച് കൗശിക് എന്നൊരാൾ എന്നോട് ചോദിച്ചിരുന്നു. സാർ, പിന്നെ വേറെ ഐസോ. കൗശിക്? ആ, എന്താണ് ചോദിച്ചത്? നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് നമ്മൾ തമ്മിൽ എത്ര കാലം പരിചയം ഉണ്ടെന്നൊക്കെ ചോദിച്ചു. സാർ, കാർഡ് എടുക്കുന്നില്ല സാർ. എന്റെ ബാങ്ക് ഞാൻ എങ്ങനെ pay എംപ്റ്റി ആകും? നോക്ക്, നാശം. ലെറ്റ്സ് സീ. നോക്ക്. നിങ്ങൾക്കുണ്ടോ? ആ, ഇതെന്താണ്? എന്താണ് സംഭവിക്കുന്നത്? എന്നാൽ ഇപ്പൊ എന്ത് ചെയ്യും? 500. കൗശിക് എന്ത് പറഞ്ഞു? അതെ, നിന്നെ എനിക്ക് എത്ര കാലമായിട്ട് അറിയാം. എന്റെ ഫ്രണ്ട്ഷിപ്പാണ് നമ്മുടെ ഇടയിൽ. ആൻഡ് ഓൾ ദീസ് തിങ്സ് ലൈക്ക് അബൌട്ട് യു. അയ്യോ, എന്റെ ബാങ്ക് ബാലൻസ് 0 ആയി. വാട്ട്? യെസ്. നോക്ക്, നാശം. എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ പോയിരിക്കുന്നു. ഇതെങ്ങനെ പോസിബിൾ ആയി? ഇതും അങ്ങനെ തന്നെയായി. എന്ത് പറ്റി? ഫോൺ Mine is also same. നിനക്കും അങ്ങനെയാണോ? ഹൗ ഇറ്റ്സ് പോസിബിൾ? വാ വാ വാ, ഇപ്പം തന്നെ വാ. എന്തു പറ്റി? എങ്ങോട്ടാ? ബാങ്കിനെ വിളിക്കാൻ ശ്രമിക്കുക. ബാങ്കിനെ വിളിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ അക്കൗണ്ട് നോക്കൂ. എന്റെ അക്കൗണ്ടിൽ ചെറിയ പ്രോബ്ലം ഉണ്ട്. ഒന്ന് വേഗം ചെക്ക് ചെയ്യും. ഓക്കെ, ചെക്ക് ചെയ്യാം. നീ എന്തിനാ കരയുന്നേ? ബാങ്ക് അക്കൗണ്ട് 0 കാണിക്കുന്നുണ്ടെങ്കിൽ അത് ബാങ്കിന്റെ വല്ലതും തെറ്റായിരിക്കും. ഞാൻ പറയുന്നത് കേക്ക്. നീ അവരെ വിളിക്കുക, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ വരുമ്പോൾ അവരെ വിളിക്കാം. പെട്ടെന്ന്, ബാങ്ക് അക്കൗണ്ട്സ് ഹാക്ക് ആയിട്ടുണ്ട്. ഞാൻ പിന്നെ വിളിക്കാം. എന്താ ഇതെന്താണ്? എവിടാരാ? ഇങ്ങോട്ടേക്ക് വരാൻ പാടാ നിങ്ങൾക്ക് അറിയില്ലേ? ഇത് ലോക്കൽ ക്രിക്കറ്റ് ടീമല്ല. ബാറ്റുള്ള ആർക്കും വന്ന് കളിക്കാനായിട്ട്. ഇത് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ആണ്.
നിങ്ങളും കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, എന്നോട് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങള് യു വർക്ക് ഫോർ ദം? യെസ്, അത് അവൻ എന്റെ അടുത്ത് വന്നത്. ദിസ് ഇസ് എ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഓൺ എ സീക്രട്ട് മിഷൻ. പിന്നെ അവരാണ് എന്നെ അപ്പോയിന്റ് ചെയ്തത് അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. ഞങ്ങളുടെ ടീമിൽ ഒരാൾ ഉൾപ്പെടുത്തുന്നതിന് മുമ്പ് അയാളുടെ ഫുൾ ഡീറ്റെയിൽസ് ഞങ്ങൾ ചെക്ക് ചെയ്തു, അത്രേ ഉള്ളൂ. Fair enough. So ഈ ആർഗ്യുമെന്റ് നിർത്തി can we please get back to work? Please, there is a crisis. Mithali Majumdar, daughter of Swapan and Soma Majumdar. താന ഹിൽ ടോപ്പ് കലിംപോങ്. അതിനടുത്തൊരു ചെറിയ വീടുണ്ട്. മാതാപിതാക്കൾ രണ്ടുപേരും അധ്യാപകരാണ്. അവരുടെ ഹോബി കാരണം അവർ ഒരു ചെറിയ പൂന്തോട്ടം ഉണ്ടാക്കി. പൂന്തോട്ടത്തിൽ ഒരു നീല ഗേറ്റുണ്ട്. അതിനുള്ളിൽ ഡോഡോ കളിക്കുന്നു. അവളുടെ പാഗ്. നിങ്ങൾ കൊൽക്കത്തയിൽ വന്ന ഡാൻസ് പ്രോഗ്രാം ക്യാൻസൽ ആക്കാം, കാരണം റെമോ ഇവിടുന്ന് പോകുന്നത് വരെ നിങ്ങൾക്ക് പോകാൻ കഴിയില്ല. യു ക്യാൻ മേക്ക് യുവർ സെൽഫ് കംഫർട്ടബിൾ. ഗെറ്റ് ബാക്ക് ടു വർക്ക് നൗ. ചീഫ് മിനിസ്റ്റർ, Get back to work. Vicky, I am starting the scans. Start with the IP. ഈ സ്ഥലങ്ങളൊക്കെ എഫക്റ്റഡ് ആണ്. മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ഹാക്ട്. എല്ലാ ബാങ്കുകളും. യെസ്, ബാങ്ക് സെക്യൂരിറ്റിയാണ് സേഫസ്റ്റ്. അവരെങ്ങനെ ഹാക്ക് ചെയ്തു? നത്തിങ് ഇൻ ദിസ് വേൾഡ് ഇസ് 100% സെക്യൂർഡ്. ഇവിടെ ഒരു ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് അറ്റാക്കാണ് നടന്നിട്ടുള്ളത്. ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് എന്ന് വെച്ചാൽ ഇതെങ്ങനെ സംഭവിച്ചു? ഇവിടെ അറ്റാക്കർ ആദ്യം ഒരു വെബ് ആപ്ലിക്കേഷനാണ് ഉണ്ടാക്കുന്നത്. നൗ തിങ്ക് ഓഫ് ദിസ് ആസ് എ വെബ് ആപ്ലിക്കേഷൻ. ഓക്കെ, നൗ ഇവിടെ വെബ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കുമ്പം അവനൊരു ഹാംഫുൾ കോഡ് ഉണ്ടാക്കുന്നു. സോ ഈ ഹാംഫുൾ കോഡ്സ് ആ ഹോസ്റ്റ് സെർവറിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഈ വെബ് ആപ്ലിക്കേഷൻ എങ്ങനെ സംഭവിക്കുന്നു അങ്ങനെ. നൗ ഓരോ ബ്രൗസറിൽ ഒരു സൈറ്റ് സ്ക്രിപ്റ്റ് കാണും. ഈ സൈറ്റ് സ്ക്രിപ്റ്റിൽ ഓൾഡ് കോഡ്സ് അക്സെപ്റ്റ് ചെയ്യാൻ ഇറ്റ് നീഡ്സ് ടു ബി ട്രസ്റ്റഡ്, അല്ലെങ്കിൽ സൈറ്റ് സ്ക്രിപ്റ്റ് എടുക്കില്ല. സോ നൗ അവനത് എങ്ങനെ ചെയ്യുന്നു? ദാറ്റ്സ് വെയർ ദ ഫൺ ഈസ്. അവൻ ആ കോഡ് പ്രോഗ്രാം ചെയ്യുന്നത് ഒരു പ്രത്യേക തരത്തിലാണ്. മൊബൈൽ ക്രോസ് കണക്ഷൻ എങ്ങനെയാണോ അങ്ങനെ. അതുപോലെ അവൻ്റെ കോഡ് ട്രസ്റ്റഡ് ആകുന്നു. അങ്ങനെയാണ് ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് നടക്കുന്നത്. എന്ത് സ്ക്രിപ്റ്റ്? എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ല. എന്താണിത്? ലിസ്റ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. വെബ്സൈറ്റിൽ ഒളിഞ്ഞിരിക്കുന്നവ. നിർദ്ദേശങ്ങൾ പാലിക്കുന്ന ചില സ്പെസിഫൈഡ് പ്രോഗ്രാമുകളുണ്ട്, ശരിയാണോ? യാ, എക്സാക്ട്ലി. മെയിൻലി ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് ചെയ്യുന്നത് ടു സ്റ്റീൽ കുക്കീസ്, അതായത് ഇന്റർനെറ്റിന്റെ ആധാർ എന്ന് പറയാം. സോ വൺസ് ഐ സ്റ്റീൽ ദാറ്റ്, അത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ഇൻഫോർമേഷൻ എടുക്കാൻ പറ്റും. ബാങ്ക് ആവാം, ഹോസ്പിറ്റൽ ആകാം, ഏത് ഡീറ്റെയിൽ ആയാലും റെക്കോർഡ്സ് ആയാലും എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഡസൻറ്റ് മാറ്റർ. എന്നാൽ പൈസ എവിടെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ദാറ്റ്സ് വാട്ട് ഐ എം കൺഫ്യൂസ്ഡ്. അതായത് എവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നതൊന്നും മനസ്സിലാവുന്നില്ല.